ഹലോ, ഞാൻ ലിബിന്നി. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ അത് ന്യൂസ് ഇപ്പോൾ ഗോവിന്ദ് സ്വാമി ജയിൽ രക്ഷപ്പെട്ടു, ജയിൽ ചാടി, അത് കഴിഞ്ഞ് പിടിച്ചു. എനിക്ക് എനിക്ക് അതായത് ഗോവിന്ദ് സ്വാമിക്ക് ഇപ്പോൾ വലത് കൈയോ ഏതോ ഒരു കൈ ഇല്ലല്ലോ, വലതോ ഇടതോ ഏതോ ഒരു കൈ ഇല്ല. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ ജയിലിലെ മതിലൊക്കെ ചാടി കടന്നതെന്നുള്ള ദുരൂഹമായൊരു സംഭവമാണ്. അതായത് ആ സംഭവം ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് എന്തൊക്കെ പുള്ളിക്ക് വേണ്ടി ചെയ്ത് കൂട്ടിയത്, നിങ്ങളതൊന്നും ആലോചിച്ച് നോക്കി. കാരണം ഇപ്പോൾ ടി വിയിൽ കാണുന്നതാണ്. അതായത് മാസങ്ങളായിട്ട് പുള്ളി അരിയാഹാരം ഒഴിവാക്കി, ഷുഗർ കട്ട് ചെയ്തു. ഷുഗർ അങ്ങനെങ്ങാണ്ട് അതൊക്കെ ഫേസ്ബുക്കിൽ കണ്ടതാണ്, അതുള്ളതെന്നറിയില്ല. പക്ഷെ അരിയാഹാരം മാറ്റി വെച്ചു എന്ന് പറഞ്ഞ് ഇതിൽ കണ്ടായിരുന്നു, മറ്റേ വാർത്തയിലൊക്കെ കാണായിരുന്നു. നിങ്ങൾ നോക്കി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആൾക്കാർ ചെയ്യും. ഇങ്ങനെ അരിയാഹാരം മാത്രം ഒഴിവാക്കി ഇങ്ങനെ വണ്ണം കുറയോ? എനിക്ക് തോന്നല്ല. അങ്ങനെ എനിക്ക് തോന്നല്ല കേട്ടോ. ഇങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ജയിൽ ചാടാൻ, അതായത് കത്തിയൊക്കെ സംഘടിപ്പിച്ച് പുള്ളി ജയിലിൻ്റെ അഴി അറുത്ത്, പിന്നെ എന്നിട്ട് ഉപ്പൊക്കെ വെച്ചിട്ട് അഴി അറുത്തു എന്നാ. കാരണം ഉപ്പ് വെച്ചിട്ട് മറ്റേ ദ്രവിച്ചിട്ട് അങ്ങനെ സംഭവം തോന്നണം. ഉപ്പ് വെച്ച് ചെയ്തു എന്ന്. എന്തൊക്കെ തരങ്ങളൊക്കെ കാണിക്കണേ പുള്ളി. എന്നിട്ട് പോലീസ് ചെക്കപ്പിന് വരുമ്പോൾ കാണാണ്ടിരിക്കാൻ വേണ്ടി നൂല് വെച്ച് കെട്ടി അത് ചെയ്തു. എന്തൊക്കെ ബുദ്ധിയാണല്ലേ പുള്ളി ചെയ്യുന്നത്. സമ്മതിക്കണം ഇമാതിരി കേസിനൊക്കെ. അപ്പോൾ ഗോവിന്ദ് സ്വാമി പുറത്തേക്ക് ഇങ്ങനെ രക്ഷപ്പെട്ട് പോയെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കേ. നാണക്കേട്. ഇത് വേറെ ഒന്നല്ല, കണ്ണൂരല്ലേ, മറ്റേ പിണറായി വിജയൻ്റെ സ്ഥലം കണ്ണൂരല്ലേ, അവിടുത്തെ ഒരു ജയിലിൽ തന്നെയാണ്. മിക്കവാറും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാവുള്ളൂ. അതായത് എന്തായാലും ഇത്രയും പ്ലാൻ ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ ആ ജയിലിൽ എന്തായാലും ഇതിനു വേണ്ടിയുള്ള ഒത്താശ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുള്ളി ജയിലിൽ ചാടിയപ്പോൾ 3 ബെഡ്ഷീറ്റ് വെച്ച് മറ്റേ ഇതിൻ്റെ പുറത്തേക്ക് മാല പോലെ, അതായത് ഞാൻ ഇന്നിപ്പോൾ കണ്ടു മറ്റേ റൺവേ സിനിമ, ഞാൻ കുറച്ച് നേരം മുമ്പ് കണ്ട റൺവേ സിനിമയിൽ അങ്ങനെ സെയിം സാധനം കാണിക്കുന്നുണ്ട്. റൺവേ സിനിമയിൽ മറ്റേ ദിലീപൊക്കെ അത് അവർ ഫ്ലാറ്റ് ചാടുന്നത്, പക്ഷെ ചാടല്ല, എന്നാലും വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദിലീപ് കാണിക്കുന്നുണ്ടല്ലോ, സെയിം സംഭവം. അത് കണ്ടത് ഇപ്പോൾ ടി വിയിൽ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ട്. അതായത് ടി വിയിൽ മറ്റോണം മതിലുമ്പോൾ നിന്ന് മാല പോലെ ബെഡ്ഷീറ്റ് കെട്ടി ചെയ്തു എന്ന്. എന്തൊക്കെ രീതികളല്ലേ. വണ്ണം കുറയ്ക്കാൻ വേണ്ടി അരിയാഹാരം ഒഴിവാക്കി, അതേപോലെ തന്നെ ജയിലിലെ അഴി തകർക്കാൻ വേണ്ടി കത്തി സംഘടിപ്പിച്ചു. ഇതൊക്കെ ജയിലിൽ നിന്ന് കിട്ടിയ ഒത്താശ തന്നെയാണ്. കാരണം ആരാണ് ഇവന് ഇങ്ങനെ ഒത്താശ ചെയ്യുന്നത്? ഇപ്പോൾ പറയുന്നത് കൊടും കുറ്റവാളിന്ന്. ഇപ്പോൾ ടി വി തന്നെ പറയുന്നത് അങ്ങനെ തന്നെയാണ്, കൊടും കുറ്റവാളിന്ന്. പിന്നെ എന്തോന്നാണ് മതിൽ ചാടാൻ വീപ്പോളം ഒളിപ്പിച്ച് വെച്ചത് ആരും അറിഞ്ഞില്ല. ഇതൊക്കെ അറിയാൻ പാടില്ലാണ്ടിരിക്കാൻ ആ ജയിലിൽ എന്താ പോലീസുകാരൊന്നും ഇല്ലേ ഇതൊന്നും അറിയാൻ? അല്ലെങ്കിൽ പിന്നെ ഒരു CCTV പോലും വരാണ്ടാണോ ഈ ഇത്രയും ആ പുള്ളി ആ മതിലിൻ്റെ അവിടേക്ക് എത്തിയതും മതിൽ ചാടിയതും? ഇതൊക്കെ ഒരു പോലീസുകാർ പോലും അറിയാത്തതുകൊണ്ടാണോ? അതും ഒരൊറ്റ കൈയും വെച്ച്, ഒരു കൈക്ക് കൈപ്പത്തിയില്ല. എന്താ അല്ലേ. 6:30 വിവരം കിട്ടി. അതായത് ഗോവിന്ദ് സ്വാമി മറ്റോണം ഇത് ചെയ്തു, ജയിലിൽ ചാടിയെന്ന് 6:30 അറിവ് കിട്ടി. 3.5 മണിക്കൂർ കൊണ്ട് പിടിച്ചു എന്ന്. വലിയ കാര്യമായി പോയല്ലോ. ഈ ഒരു കൈയില്ലാത്ത ഒരാൾ ജയിലിൽ ചാടിയത് വലിയ കാര്യമായി പോയല്ലോ. അഭിമാനിക്കാമല്ലോ മറ്റേ കേരള പോലീസിനൊക്കെ. എന്തായാലും നാണക്കേടല്ലേ ഈ കണക്കിന്. പുള്ളി ഇപ്പോൾ ഇത്രയൊക്കെ പുള്ളി ആ കൈയില്ലാണ്ട് പുള്ളി ജയിലിൽ കിടന്ന് കാട്ടിക്കൂട്ടിയിട്ട് പുള്ളി പുറത്തിറങ്ങിയെന്ന് അന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ പുള്ളി ചെയ്തേനെ. പിന്നെ വേറെ ഒരെണ്ണം കണ്ടു, ഇന്ന് കാലത്ത് ഫോട്ടോ കൊടുത്തപ്പോൾ അതിലൊക്കെ കൃത്രിമം പോലെ കാട്ടിയെന്ന് പറഞ്ഞു. അതായത് മറ്റേ കാലത്ത് ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി താടിയൊക്കെ വെച്ചിട്ടുള്ളൂ, താടി വെക്കാത്തൊരു ക്ലീൻ ഷേവ് മൊട്ടയടിച്ചത്. പക്ഷേ പുള്ളിനെ നേരിട്ട് കണ്ടപ്പോൾ താടിയുണ്ട് മറ്റോണം പറ്റ വെട്ടി അങ്ങനെയൊക്കെ എന്താണോ. എന്തായാലും ഇത് ശരിക്കും ഒരു കഴിവേട് തന്നെയാണ്. ജയിലിലുള്ളവർക്ക് ഒരു കഴിവേട് തന്നെയാണ്. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ 10, 15, 14 കൊല്ലമായി ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. അതാണ് പുള്ളി ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ 14 കൊല്ലമല്ലേ കേസ് നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും പോട്ടെ. ആരാണ് ഗോവിന്ദ് സ്വാമി?
ഏറെക്കാലം മുംബൈയിൽ ഇതുണ്ടായ ഇപ്പം ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്തായാലും സമ്മതിക്കണം. ശരിക്കും ഇതൊക്കെ പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ്. 2011 ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വെച്ചതാ, 2016 റദ്ദാക്കി. എന്ത് കാര്യത്തിന്? അതിൻ്റെ ഒന്നും ആരും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവനെ പോലുള്ളവന്മാരൊക്കെ തീറ്റ കൊടുത്ത്, ഇതായത് നമ്മുടെ തന്നെ നികുതി പണം കൊണ്ടല്ലേ ഇവന്മാർക്കൊക്കെ തീറ്റ കൊടുക്കുന്നത്. എന്ത് കാര്യത്തിന്? എന്തായാലും സമ്മതിക്കണം ഗോവിന്ദസ്വാമി. ആ ഒരൊറ്റ കൈയില്ലാണ്ട് പുള്ളി ജയിലിൽ ചടങ്ങി, അത് അവനെ സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. അത് അവനെ മാത്രമല്ല, ഈ പോലീസുകാരുടെ കഴിവുകേട് അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ പിടിച്ചു എന്ന് പറഞ്ഞത് പോലീസും നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഈ 3.5 മണിക്കൂർ കൊണ്ട് പിടിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്തായാലും വളരെ മോശം, വളരെ പരിതാപകരമാണ് പോലീസിൻ്റെ അവസ്ഥ. എന്തായാലും നാണക്കേട്. ഇതിൻ്റെ പുറമെ വേറെ ഏതോ എവിടെ അങ്ങോട്ട് വയനാട് ഏതോ ഒരു പയ്യൻ്റെ വണ്ടിയിൽ നിന്ന് മറ്റേ മയക്കുമരുന്ന് കണ്ടുപിടിച്ചെന്നോ, എന്നിട്ട് പയ്യൻ വ്യൂ പോയിന്റിലേക്ക് എടുത്ത് ചാടിയെന്നോ എന്താണ്ടൊക്കെ ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അതൊക്കെ ഇനി എന്താണോ ഇപ്പം ഒക്കെ ഈ പോലീസിൻ്റെ തന്നെ അവസ്ഥ അത്രേ ഉള്ളൂ. കാര്യം പറഞ്ഞാൽ കൈയില്ലാതെ ഗോവിന്ദസ്വാമിക്ക് ബലഹീനത. ഗോവിന്ദസ്വാമി അടുക്കള ജോലിക്കാരനെ തടവുകാരുടെ നിന്നാണ് കത്തി ഒപ്പിച്ചത്. അതിൽ നിന്ന് പുള്ളി ഇരുമ്പഴികൾ മുറിച്ചു. ഓ, അത് സമ്മതിക്കണം. കത്തി വെച്ചൊക്കെ ഇരുമ്പൊക്കെ മുറിക്കാൻ പറ്റുമോ? എന്തൊക്കെ ജയിൽ മോചിതരുടെ ഡ്രസ്സ് ശേഖരിച്ചു വെച്ചു. അതായത് പുള്ളിയുടെ കറുത്ത ഡ്രസ്സ്, അതെ, ജലസംഭരണിക്ക് മുകളിലൂടെ ക്യാൻറ്റീനിലേക്ക് എത്തി. ജയിലിലെ പുതപ്പ് ചുരുട്ടി കയറിനൊപ്പം കൂട്ടിക്കെട്ടി. എന്തൊക്കെ തരങ്ങളല്ലേ! 3 വിഭവങ്ങൾ അടുക്കി വെച്ച് വൈദ്യുതി വേലിയിൽ കുടുക്കിട്ടു. ഓ, ജയിലിൻ്റെ തെക്ക് ഭാഗത്ത് മതിലൂടെ ഊർന്നിറങ്ങി. സമ്മതിക്കണ്ടേ? ഒരു കൈയില്ലാത്തവനായി ചെയ്തതിന് മൊത്തം. രൂപം മാറാൻ താടി വളർത്തി. കാരണം കാലത്ത് പറഞ്ഞ താടിയൊക്കെ ഷേവ് ചെയ്ത ഒരു ഫോട്ടോയാണ് പോലീസുകാർ കാട്ടിയത്. ഇതൊക്കെ പോലീസിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത് പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ്, വേറെ ഒന്നും ഇതിലില്ല.